LBS അലോട്ട്മെന്റ് പ്രൊസീജിയറിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് പാർട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക. ഫസ്റ്റ് പാർട്ടിനകത്ത് നമ്മൾ ഓരോ കാറ്റഗറി വൈസ് നമ്മൾ എത്രയൊക്കെ സീറ്റ്സ് നമുക്ക് അവൈലബിലിറ്റി ഉണ്ട്, എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയറുകൾ എന്നെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ ഒരു LBS അലോട്ട്മെന്റ് പ്രൊസീജിയറുകൾ എന്തൊക്കെയാണ്, എത്രയൊക്കെ സ്റ്റേജസുകളിലൂടെയാണ് കടന്നു പോകേണ്ടത്, എന്തൊക്കെ ഡോക്യുമെന്റേഷൻസ് ആണ് ഇത് ചെയ്യുന്നത്, എന്തൊക്കെ എലിജിബിലിറ്റി ആണുള്ളത്, ഇതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഒപ്പം ഇൻസൈറ്റ് 360 യൂട്യൂബ് ചാനലും കൂടി ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. LBSനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് വന്നതിന് ശേഷം ഒരു മെയ് 1 ഓർ മെയ് 2 സെക്കൻഡ് വീക്കോട് കൂടിയൊക്കെ ആയിരിക്കാം മേ ബി നമുക്ക് LBS നോട്ടിഫിക്കേഷൻസ് പുറത്തിറങ്ങാം. നോട്ടിഫിക്കേഷൻസ് വന്നതിന് ശേഷം നിങ്ങൾ LBSനകത്ത് രജിസ്ട്രേഷൻ നടത്തണം. ദെൻ അതുപോലെ തന്നെ അതിൻ്റെ ഫീ എത്രയാണോ പറയുന്നത്, ഇപ്പോൾ നോട്ടിഫിക്കേഷൻസ് വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ എത്രയാണ് ഫീസും കാര്യങ്ങളും അറിയാൻ പറ്റുക. അപ്പോൾ ആ ഫീസ് നിങ്ങൾ അടച്ച് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം. ദെൻ ലാസ്റ്റ് ഡേറ്റിന് മുൻപ് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ഒരു മിഡോ അല്ലെങ്കിൽ ജൂൺ എൻഡോട് കൂടെയൊക്കെ ആയിരിക്കാം മേ ബി. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് പബ്ലിക്കേഷൻ ഓഫ് പേഴ്സണൽ ആൻഡ് അക്കാദമിക് ഡാറ്റ ആഫ്റ്റർ വെരിഫിക്കേഷൻ, ദെൻ റെക്ടിഫിക്കേഷൻ, അതുപോലെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ദെൻ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കും. ദെൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ ലെറ്റർ ഉണ്ടായിരിക്കും. ട്രയൽ അലോട്ട്മെന്റ് ഉണ്ടായിരിക്കും. വീണ്ടും നമുക്ക് ഓപ്ഷൻ അറേഞ്ച്മെന്റ് നടത്താനുള്ളൊരു ഡേറ്റ് അനൗൺസ്മെന്റ് ഡേറ്റ് ചെയ്യും അവർ. ദെൻ ഫസ്റ്റ് അലോട്ട്മെന്റ്, ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഫീ റെമിറ്റൻസ് ആൻഡ് ഓപ്ഷൻ റീഅറേഞ്ച്മെന്റ്, ദെൻ പബ്ലിക്കേഷൻ ഓഫ് ദ സെക്കൻഡ് അലോട്ട്മെന്റ്, വീണ്ടും നമുക്ക് ഫീ റെമിറ്റൻസ് ആൻഡ് ഓപ്ഷൻ രജിസ്ട്രേഷൻ. അങ്ങനെ എത്ര അലോട്ട്മെന്റ്സുകളാണ് കഴിഞ്ഞ വർഷങ്ങളെല്ലാം 13ഉം 12ഉം 14 ഒക്കെ അലോട്ട്മെന്റ്സുകൾ LBS കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് എത്ര അലോട്ട്മെന്റ്സ് വിളിക്കും എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല. ഒരു സ്റ്റുഡൻറ്റിന് അഡ്മിഷൻ ബാക്കിയുണ്ടെങ്കിൽ പോലും ആ ഒരു സീറ്റിലേക്ക് വരെ ആണെങ്കിൽ പോലും LBS വീണ്ടും അലോട്ട്മെന്റ് വിടും. അപ്പം നിങ്ങളെ പല കുട്ടികളും ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ LBS ഇങ്ങനെ അലോട്ട്മെന്റ്സുകൾ വെക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും കുറേ സീറ്റ്സുകളും ഇനിയും ഫില്ലാവാനുണ്ട്, അതുകൊണ്ടാണ് LBS അലോട്ട്മെന്റ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലുമല്ല. ഒരു സീറ്റിലേക്കാണെങ്കിൽ പോലും LBS അലോട്ട്മെന്റ് പ്രൊസീജിയർ വഴി തന്നെയാണ് ആ ഒരു സീറ്റ് ഫില്ല് ചെയ്യാനായിട്ട് അലോട്ട്മെന്റ് നടത്തിക്കൊണ്ട് തന്നെയാണ് അത് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ രജിസ്ട്രേഷൻ ഫീ റെമിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ എന്തൊക്കെ ഡോക്യുമെന്റേഷൻസ് ആണ് ഇതിനായിട്ട് നമ്മൾ ഇപ്പം തന്നെ ഒരുക്കി വെക്കേണ്ടത്, ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. മെയ് 14 മുതൽ ഒരു ജൂൺ 4 വരെയൊക്കെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കണ്ടിരുന്ന സമയം എന്ന് പറയുന്നത്. സാധാരണയായിട്ട് +2 റിസൾട്ട് വന്നതിന് ശേഷമാണ് അപേക്ഷ തീയതി പബ്ലിഷ് ചെയ്യാറ്. എന്നാൽ കഴിഞ്ഞ വർഷമൊക്കെ നേരത്തെ തന്നെ ഈ തീയതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. +2 റിസൾട്ട് വന്നതിന് ശേഷം അപേക്ഷകൾ നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. ഇതിനൊരു പ്രത്യേകം എക്സാംസോ കാര്യങ്ങളോ ഇല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നഴ്സിംഗ് പ്രൊഫഷൻ പഠിക്കുക എന്നത് +2 കഴിഞ്ഞ് നിൽക്കുന്ന ഒട്ടുമിക്ക കുട്ടികളുടെയും ഒരു ആഗ്രഹം തന്നെയാണ്. ഇപ്പോൾ ആപ്ലിക്കേഷൻ ഓൺലൈൻ വഴിയായിട്ടാണ് നിങ്ങൾ സമർപ്പിക്കേണ്ടത്. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇൻസൈറ്റ് 360യുടെ ആപ്പ് വഴി ഡയറക്റ്റ്ലി നമ്മുടെ മെൻറ്റേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് ഈ ഒരു LBS പോർട്ടലിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് മൂവ് ചെയ്യാവുന്നതാണ്. അപേക്ഷാ ഫീസ് ഏകദേശം 800 രൂപയാണ്. ഇത് ഓൺലൈൻ വഴി വെബ്സൈറ്റായിട്ടും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ചെലാൻ വഴിയും നിങ്ങൾക്ക് അടയ്ക്കാവുന്നതാണ്. ഇതിനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് +2ൽ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങൾക്ക് ലഭിച്ച മാർക്കാണ് അഡ്മിഷനായിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ മിനിമം നിങ്ങൾക്കൊരു 50% മാർക്ക് അത്യാവശ്യമാണ്. എങ്കിലും കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 90% മാർക്കിന് മുകളിൽ, അല്ലെങ്കിൽ ഒരു 93-94% മാർക്കിന് മുകളിലുള്ള കുട്ടികൾക്കാണ് കേരളത്തിൽ നിന്ന് കൂടുതൽ അഡ്മിഷൻ ലഭിച്ചത്. അപ്പോൾ അതിനാൽ ഒരു 93 എബോവ് മാർക്ക് ഉള്ള കുട്ടികൾക്കൊക്കെ ആയിരിക്കും കേരളത്തിലെ നമുക്ക് ഗവൺമെൻറ് കോളേജസുകളെല്ലാം അഡ്മിഷൻസ് കിട്ടാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലുള്ളത്. അപേക്ഷ നൽകുന്നതിനായിട്ട് നിങ്ങൾക്ക് താഴെ പറയുന്ന സർട്ടിഫിക്കറ്റുകളും രേഖകളും നിങ്ങൾ ഇപ്പം തന്നെ അത് കയ്യിൽ കരുതി വെക്കേണ്ടതാണ്. വാലിഡ് ആയിട്ടുള്ള ഒരു ഫോൺ നമ്പർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, ഒരു ഇമെയിൽ ID, ദെൻ പാസ്പോർട്ട് സൈസ് ഒരു ഫോട്ടോ. അത് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിങ്ങളുടെ കയ്യിൽ എടുത്ത് വെക്കുന്നതും നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ SSLC സർട്ടിഫിക്കറ്റ്, +2ൻ്റെ മാർക്ക് ലിസ്റ്റ്, ബേസിക് സർട്ടിഫിക്കറ്റ്. റിസർവേഷൻ ഉള്ള കുട്ടികളാണെങ്കിൽ ആ റിസർവേഷൻ സർട്ടിഫിക്കറ്റ്, ഇപ്പം നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, അതുപോലെ ഇൻകം സർട്ടിഫിക്കറ്റ്. പിന്നെ നിങ്ങളുടെ വരുമാനം ഒരു കുറച്ച് 6 ലക്ഷത്തിന് മേലൊക്കെ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീ കൺസെഷൻ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എന്നിവയെല്ലാം നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ സബ്മിറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ്സ്,
നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇത് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. നമ്മുടെ വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിക്കുന്ന ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കേരളീയരാണ് എന്ന് തെളിയിക്കുന്നതാണ്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള റിസർവേഷനിൽ നിന്ന് നിങ്ങൾക്ക് റിജക്റ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കേഷനും കൂടി നിങ്ങൾ എടുത്തു വെക്കാനായിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ട്. നല്ല മാർക്കുള്ള കുട്ടികൾക്കാണ് LBS വഴി ഫസ്റ്റ് അലോട്ട്മെന്റ്സുകൾ വഴി കിട്ടുക എന്നുള്ളത് നിങ്ങൾ എല്ലാവരും നോക്കുക. ഹൈ സ്കോറുള്ള കുട്ടികൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ, അതുപോലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾ എന്നിവിടങ്ങളിൽ അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാർക്ക് കുറഞ്ഞ കുട്ടികൾ LBS മാത്രം അപേക്ഷ കൊടുക്കാതെ നമുക്ക് PNC മാർക്ക് വഴിയോ അല്ലെങ്കിൽ AMC ഇത് വഴിയോ എല്ലാം നമുക്ക് സൈറ്റുകൾ വഴി അപേക്ഷിച്ച് നിങ്ങൾക്ക് ആ ഒരു സെക്ഷൻ വഴിയും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാനായിട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി LBS ഡോക്യുമെന്റ്സ് ഫോർ വെരിഫിക്കേഷൻ പ്രൊസീജിയർ. പലർക്കും ഈ വെരിഫിക്കേഷൻ പ്രോസസ്സ് എന്താണെന്ന് അറിയില്ല. അപ്പം അതിൻ്റെ ഒരു ഒരുപാട് പ്രൊസീജിയറുകളുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസൈറ്റ് 360 മെൻറ്റേഴ്സുമായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാവുന്നതാണ്.